ഹലോ ഗൈസ്, അപ്പം എൻ്റെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഡെലിവറി ബാഗിനകത്ത് എന്തൊക്കെയാണ് പാക്ക് ചെയ്തതെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അടുത്തൊരു വീഡിയോ ആണ്. നമ്മുടെ കുഞ്ഞുമണിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളതാണ്. അപ്പം കുഞ്ഞുമണിയുടെ സാധനങ്ങൾ ഞാനൊരു ഇതുപോലൊരു ബാസ്ക്കറ്റിലാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഒത്തിരി ഐറ്റംസ് മേടിച്ചായിരുന്നു. അപ്പോൾ എല്ലാം ഒന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു ബോക്സിനകത്ത് ഞാൻ കുഞ്ഞിനായിട്ടുള്ള റിസീവ് ചെയ്യാനുള്ള ടവലാണിത്. ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആ ബാസ്ക്കറ്റിനകത്ത് തന്നെ വെച്ചേക്കുന്നത്. അപ്പോൾ കുഞ്ഞ് റിസീവ് ചെയ്യുന്ന ടവൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 വെറ്റ് വൈപ്സ്, നമ്മൾ ഹിമാലയയുടെ തന്നെ എടുത്തിരിക്കുന്ന വെറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ പൗഡർ ചെപ്പ് എടുത്തിട്ടുണ്ട്. ബേബി ലോഷൻ ഉണ്ട്, ബേബി പൗഡറുണ്ട്. പിന്നെ ഡയപ്പർ, ആ സമയം ഡയപ്പർ യൂസ് ചെയ്യും ചിലപ്പോൾ, അപ്പം ഡയപ്പർ റാഷ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ഗോകർണം അതെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലും ഇതൊരു സ്മൈലി വെച്ചിട്ടുണ്ട്. ആ സംഭവം വേറൊന്നുമല്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കർട്ടനിലൊരു ചെറിയ സ്ക്രാച്ച് ചെറുതായിട്ടൊന്ന് കീറിയിരിപ്പുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ആ സമയത്ത്. വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് കണ്ടത്. അങ്ങനെ അതുകൊണ്ടാണേ. പിന്നെ അടുത്തായിട്ട് ഞാൻ അതിൽ കുറച്ച് വെള്ളമുണ്ട് കീറി വെച്ചിട്ടുണ്ട്. കീറി വെച്ചോളാന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. പക്ഷെ ഞാൻ കുറച്ച് മുണ്ട് കീറി വെച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് കിടന്ന് അവരായിട്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. പിന്നെ കീറാത്ത ഒരു മുണ്ടൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ടവലാണ്, റിസീവ് ടവലല്ലാതെ വേറെ നോർമൽ ടവൽ, അതൊരു ഈ 2 കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരു 3 ടവൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. കണ്ട 3 ടവലുണ്ട്. പിന്നെ ഇത് ഡ്രൈ ഷീറ്റാണ്, 2 ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മിറ്റൻസും ബൂട്ടീസുമാണ്. കാരണം അത് തണുപ്പ് സമയമാണ്, നവംബറിലാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ മിറ്റൻസും ബൂട്ടീസും എടുത്തതാണ്. പിന്നെ കുറച്ച് സ്നഗ്ഗി, കുഞ്ഞിനുള്ള സ്നഗ്ഗി ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുഞ്ഞിന് ഈ നമ്മൾ ടവൽ പോലെയൊക്കെ ദേഹമൊക്കെ ഒന്ന് തുടയ്ക്കാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ക്യാപ്പാണ്, തല വയ്ക്കുന്ന മിറ്റൻസിൻ്റെ ബൂട്ടീസിൻ്റെ കൂടെ തന്നെ സെയിം അതിൻ്റെ ക്യാപ്പാണത്. ഞാനെല്ലാം സിപ്ലോ കവറിലാക്കിയാണ് വെച്ചത്. കാരണം ഈ ബാസ്ക്കറ്റിൽ കുഞ്ഞു പൊത്തലുകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അപ്പം അതുവഴി പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി സിപ്ലോ കവറിലാണ് ആക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഞാനൊരു 4 റോംബർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നവംബറിലാണ് ഡെലിവറി പറഞ്ഞിരിക്കുന്നത്, നവംബർ 20. അപ്പോൾ അതിന് മുന്നേ കാണും എന്നാണ് എനിക്ക് തോന്നണത്. പക്ഷെ അപ്പോൾ തണുപ്പായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് റോംബേഴ്സ് ഞാൻ 4 എടുത്ത് വെച്ചത്. പിന്നെ ഇതൊക്കെ ഫുള്ള് കുഞ്ഞു കർച്ചീഫ് പോലെ കുഞ്ഞുങ്ങൾക്ക് അക്കൊക്കെ ചെയ്യുമ്പോഴും തുടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കോട്ടൻ്റെ കുഞ്ഞു ടവൽസാണ്. പിന്നെ ഇപ്പോൾ എടുത്തത് കുഞ്ഞുടുപ്പാണ്. കുഞ്ഞുടുപ്പ് തന്നെ പല ടൈപ്പ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പ്രിൻ്റുള്ളത്, പ്രിൻ്റില്ലാത്തത്, അങ്ങനെയൊക്കെ. പിന്നെ ഇതുണ്ടല്ലോ, നാപ്പീസ് മേടിച്ച് വെച്ചിട്ടുണ്ട്, കോട്ടൻ്റെത്. അതൊക്കെ ഇത് ഇപ്പോൾ എടുത്തത് കുഞ്ഞുടുപ്പാണ്, പുള്ളിയുള്ളത്, പുള്ളിയില്ലാത്തത്, അങ്ങനെയൊക്കെ. പിന്നെ ഇത് വൈറ്റ് കുഞ്ഞുടുപ്പ്, വെള്ള കുഞ്ഞുടുപ്പ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ബേബി കെയറിങ് ബെഡ്, കുഞ്ഞിനെ സേഫായിട്ട് നമുക്ക് ബേബി കെയറി ചെയ്തുകൊണ്ടൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയ ഒരു സാധനം ഉണ്ടായിരുന്നു, മഗ്, പിന്നെ ബേസിൻ, പിന്നെന്തുവാ ബക്കറ്റ്. അതിനകത്ത് ഇതുണ്ട് തൂക്കുപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി മേടിക്കാനോ ചൂടുവെള്ളം എടുക്കാൻ പോകാനോ അതും. പിന്നെ ഈ ബക്കറ്റും, ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പോയി അഡ്മിറ്റായി പ്രസവിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.